എല്ലാവർക്കും സിമീസ് ഫുഡ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് കേട്ടോ. കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല എന്ന് പറയാൻ പറ്റത്തില്ല, കുക്കിങ്ങും ഉണ്ട്. അതിൻ്റെ കൂടെ UAE 53ാമത് നാഷണൽ ഡേ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചർച്ചിൽ നിന്ന് ഞങ്ങൾ പിക്നിക്ക് പോയി, ദുബായ് പാർക്കിൽ പോയി. അപ്പോൾ അവിടെ ചെന്ന് ബാർബിക്യൂ ചെയ്യുന്നതും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും എല്ലാമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ. ഇവിടെ ഞാൻ 120 സോസേജ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ചർച്ചിൽ നിന്നാണ് പിക്നിക്കിന് പോകുന്നതെന്ന്. അപ്പോൾ ഓരോ ഫാമിലിയായിട്ട് ഓരോരുത്തർ ഓരോ ഐറ്റമാണ് ഏറ്റിരിക്കുന്നത്. ഞാനിവിടെ സോസേജ് ഇതുപോലെ പെരുട്ടി കൊണ്ടു ചെല്ലാമെന്നാണ് ഏറ്റിരിക്കുന്നത്. ചില ആൾക്കാർ ചിക്കൻ ഏറ്റിട്ടുണ്ട്, അതുപോലെ ചിലർ സാലഡ് ഐറ്റംസ്, അതുപോലെ കുബൂസ്, അങ്ങനെ ഓരോരുത്തർ ഓരോന്നാണ് ഏറ്റിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റിരിക്കുന്നത് സോസേജാണ്. ഇപ്പോൾ 2 ട്രിപ്പായിട്ട് ഞാൻ ഈ സോസേജ് പെരട്ടി എടുക്കുന്നത്. കാരണം ഇത്രയും ഇല്ലേ, ഇതിൻ്റെ അകത്തോട്ട് അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നല്ലതായിട്ട് ഇതിനെ പെരട്ടിയെടുക്കുക. ഞാൻ ഇന്ന് തലേദിവസമാണ് പെരട്ടി വെക്കുന്നത് കേട്ടോ. പിറ്റേ ദിവസം പോകുമ്പോൾ ഇതെടുത്തുകൊണ്ട് പോയാൽ മതിയില്ല, അപ്പോഴത്തേക്ക് ഇതിലെ മസാലയൊക്കെ നല്ലതായിട്ട് പിടിച്ചിരിക്കും. അങ്ങനെ പിറ്റേ ദിവസത്തെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഷാർജയിലാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ദുബായിൽ പാർക്കിലാണ് ഞങ്ങൾ പോകുന്നത്. ഈ മല പോലെ പൊങ്ങിക്കിടക്കുന്ന ഭാഗം കണ്ടില്ലേ, ഇതെന്തോന്നറിയാമോ? ഇവിടുത്തെ വേസ്റ്റെല്ലാം ഇവിടെയാണ് കൊണ്ട് അടിക്കുന്നത് കേട്ടോ. ഇവിടെ കൊണ്ടിടും, ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് കൊണ്ടിടും. മണ്ണ് കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കി വെച്ചേക്കുന്ന ഒരു ഏറിയാണിത് കേട്ടോ. ഞങ്ങൾ പോകുന്ന പാർക്കിൻ്റെ പേര് മഷ്രിഖ് നാഷണൽ പാർക്ക് ദുബായ് എന്നാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പാർക്കിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ എൻട്രൻസ് ഫീസ് കൊടുക്കേണ്ട സ്ഥലമാണിത് കേട്ടോ. അപ്പം അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. മക്കളാണെങ്കിലും പാർക്കിൽ ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുക. കാരണം ബാറ്റും ബോളും കൊണ്ടൊക്കെയാണ് പോകുന്നത്. അവിടെ ചെന്ന് കളിക്കാനൊക്കെ അവർ റെഡി ആയിട്ടിരിക്കുന്നത് കേട്ടോ. നമ്മളങ്ങനെ പാർക്കിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഒത്തിരി ആൾക്കാർ ഇവിടെ ഇങ്ങനെ പായൊക്കെ വിരിച്ച് ഇവിടെ ഇരിക്കുന്ന കാണാൻ, കണ്ടില്ലേ? തണൽ നോക്കി അവരവിടെ അങ്ങ് ഇരിക്കും കേട്ടോ. പ്രത്യേകിച്ച് അവിടെ ബാർബിക്യൂ ചെയ്യാനായിട്ട് അവിടെ ഇങ്ങനെ പൊക്കിയൊരു പാതകം പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ആൾക്കാർ ബാർബിക്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പാർക്കിലോട്ട് പോകാം. പിന്നെ ഞങ്ങളും പാർക്കിൽ കയറി സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ബാർബിക്യൂ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ആട്ടോ. ഇതാണ് ബാർബിക്യൂ ചാർക്കോളാണ് കേട്ടോ. ആ ചാർക്കോൾ ഒരു ബാർബിക്യൂ ചെയ്യാനുള്ള സാധനത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഓയിൽ നിറച്ച് ഒഴിച്ച് കൊടുക്കണം. കാരണം ഇത് ഇനി തീ ഇടും. നമ്മൾ തീ ഇട്ടിട്ട് നല്ലതായിട്ട് ഇത് കത്തണം. 1 മണിക്കൂറോളം എടുക്കും ഇത് നല്ലതായിട്ട് ഇത് കത്തി ഇത് നല്ല ചൂടായി വരാൻ. ഈ കറുത്ത കളറൊക്കെ മാറിയിട്ട് നമ്മുടെ ഈ പാറക്കല്ലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കളറ് ഇതിനായി വരണം. അന്നേരമാണ് നമ്മൾ ചിക്കനാണെങ്കിൽ സോസേജൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇത് തീ പിടിച്ച് കിട്ടാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇതിങ്ങനെ നമ്മൾ തീ കൊളുത്തി കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ വീശി 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 ഇതിലങ്ങനെ തീ നല്ലതായിട്ട് പിടിപ്പിക്കണം. ഇടയ്ക്കൊക്കെ ഇതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കും. ഓയിൽ തീയുടെ മുകളിൽ കാണിച്ച് അങ്ങനെ അടുത്ത് ചെന്ന് ഒഴിച്ച് കൊടുക്കില്ല കേട്ടോ. തീ അങ്ങ് ആളി ഓയിലോട്ടങ്ങ് കത്തും കേട്ടോ. മാറി എന്ന് മാത്രമേ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കാവൂ. നല്ല ചൂടിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ. ചാർക്കോളൊക്കെ ചൂട് പിടിക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ സഹോദരിമാർ കുറച്ച് പേര് ഇതുപോലെ സവാള, വെളുത്തുള്ളി, തക്കാളി ഇതുപോലൊരു കമ്പിൻ്റെ അകത്ത്, കമ്പല്ല ഇതുപോലൊരു കമ്പിയുടെ അകത്ത് ഇങ്ങനെ കോർത്ത് വെക്കുക കേട്ടോ. ഇത് നമ്മൾ ചുട്ടെടുക്കും. അപ്പോൾ എൻ്റെ മോന് ഇതൊക്കെ കോർത്തത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുക. കാണാൻ നല്ല ഭംഗിയാണല്ലോ, അവർക്കതൊക്കെ ഒരു രസമാണ് കേട്ടോ. ഇങ്ങനെ അടുത്ത് കാണിക്കുകയാണ്. ഇതൊക്കെ തക്കാളി, സവാള, വെളുത്തുള്ളി, അതിൻ്റെ തൊലിയൊന്നും കളയണ്ട കേട്ടോ. ഇങ്ങനെ നമ്മൾ കോർത്തിട്ട് അതിനെ ചുടും. ചുട്ട് കഴിയുമ്പോൾ നല്ലതായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല കരിഞ്ഞ് വരും. പക്ഷേ അതിൻ്റെ ഉള്ളിയുടെ അകഭാഗം നല്ല രീതിയിൽ തന്നെ വെന്തും കിട്ടും. ഇപ്പോൾ ചാർക്കോളൊക്കെ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ
ഇതിൻ്റെ ആ മുകളിലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് ഞാൻ സോസേജാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പുരട്ടിയെടുത്ത സോസേജ് അല്ല, വേറൊരു ഫാമിലി ഇത് പുരട്ടിക്കൊണ്ട് വന്നത്. ഇതിൻ്റെ അകത്ത് നിന്ന് പറഞ്ഞാൽ മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് തൈര്, ഉപ്പ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുത്ത സോസേജാണിത് കേട്ടോ. അപ്പോൾ ആ സോസേജാണ് അത് ആദ്യം വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ വെളുത്തുള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്, സവാള, തക്കാളി ഇതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഐറ്റമാണ് ആദ്യം ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ നല്ല രീതിയിൽ കരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ സോസേജൊക്കെ ഫ്രൈ ആയി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇനി ഇതിലോട്ട് ചിക്കനാണ് വെച്ച് കൊടുക്കുന്നത്. ചിക്കൻ എന്ന് പറഞ്ഞാൽ മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, ഇതുപോലെ പച്ചമുളക് ഇതിലൂടെ ചേർത്ത് അരച്ചെടുത്ത ചിക്കനാണ് ഇപ്പം വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അല്ലാതെ നമ്മൾ സാധാരണ ചുമന്ന മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള അത് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് ചിക്കനാണ് നമ്മളോട് ഫ്രൈ ചെയ്യുന്നത്. സഹോദരിമാരെല്ലാവരോടും കൂടി സാലഡിൻ്റെ ഐറ്റംസൊക്കെ ഇങ്ങനെ കണ്ടിച്ചെടുക്കുകയാണ്. ഈ അവധി സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ പുറത്ത് പോയി ഇങ്ങനെയൊക്കെ എല്ലാവരുടെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോകുന്നത് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇവിടെ ചൂട് സമയത്ത് നമുക്കിതുപോലെ പുറത്ത് പോകാനോ പാർക്കിൽ പോയി ഇരിക്കാനോ ഒന്നും പറ്റില്ല, ഭയങ്കര ചൂടായിരിക്കും. ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റിലാണ് എല്ലാവരും പുറത്തൊക്കെ പോയിട്ട് ഇതുപോലെ ബാർബിക്യൂ ചെയ്യുന്നതും എല്ലാവരും ഒന്നിച്ച് കൂടുന്നതൊക്കെ കേട്ടോ. അത് ചിക്കനെല്ലാം നല്ല രീതിയിലൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ കോരി മാറ്റിയിട്ട് അടുത്ത ചിക്കൻ്റെ ഐറ്റംസ് വെച്ച് കൊടുക്കും. ഞാൻ പുരട്ടിക്കൊണ്ട് പോയ സോസേജ് അത് കേട്ടോ. ആ സോസേജ് ഫ്രൈ ചെയ്യുകയാണ്. അതുപോലെ ചുവന്ന കളറിലെ ചിക്കൻ പുരട്ടി മുളക് പൊടിയൊക്കെ വെച്ച് പുരട്ടിയെടുത്ത് ആ ചിക്കനുമാണ്. അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ബാർബിക്യൂ ചെയ്യാൻ നമുക്ക് അധികം സമയമെടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നല്ല ചൂടായി വന്ന് എപ്പോഴും ഇതുപോലെ വീശിക്കൊടുത്ത് ഇതിനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ആക്കിയെടുക്കാമെന്ന് പറയുമ്പോൾ പലരും മാറിയാണ് സഹോദരന്മാരിലൂടെ ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ചിക്കനൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങി. കാരണം ഓരോ ട്രിപ്പ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതനുസരിച്ച് ഓരോരുത്തർക്കും അങ്ങ് കൊടുക്കുകയാണ്. പിള്ളേർ സെറ്റുകൾക്കും അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ അവർ കഴിച്ച് മാറിക്കഴിയുമ്പോൾ അടുത്ത ട്രിപ്പ് അങ്ങനെ ആവുന്നതനുസരിച്ച് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണല്ലോ ടേസ്റ്റ്. അപ്പോൾ ചൂടോടുകൂടി എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി കേട്ടോ. പണ്ട് ഇവരെല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിക്കനൊന്നും ആയി വന്നിട്ടില്ല കേട്ടോ. സോസേജും കുബൂസൊക്കെ വെച്ചിട്ടാണ് ഇവരിപ്പോൾ കഴിക്കുന്നത്. അങ്ങനെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചിക്കനും എടുക്കുകയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ബാർബിക്യൂ ഇങ്ങനെ ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ. അതിൻ്റെ കൂടെ പ്രത്യേക ഒരു സന്തോഷമാണ്. എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഒന്നിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒന്ന് കഴിക്കാമെന്ന് പറയുമ്പം അതൊരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ അവധിയൊക്കെ കിട്ടുന്ന സമയത്ത് നല്ല കാലാവസ്ഥയൊക്കെ ഉള്ള സമയത്ത് എല്ലാവരും കൂടെ ഇങ്ങനെ ഒന്നിച്ച് കൂടുക എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ്. പിന്നെ പ്രത്യേക പല ഗെയിമുകൾ കാര്യങ്ങൾ പല ആക്ടിവിറ്റീസിലൊക്കെ ഇങ്ങനെ ഏർപ്പെടും കേട്ടോ. ഇപ്പോൾ ഈ ഫുഡ് കഴിപ്പെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സ്വസ്ഥമാവുന്ന സമയത്ത് ആൾക്കാർ പല പരിപാടികളാണ് കേട്ടോ. ഗെയിം കളിക്കുക, അതുപോലെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസേരക്കളി, വടം വലി അങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ബാർബിക്യൂവിൻ്റെ ലാസ്റ്റ് ബാച്ചാണ് ഇപ്പോൾ ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഇളയ മോൻ പോയിട്ട് വീശി കൊടുക്കുകയാണ്. അച്ചാനെ ഇങ്ങനെ പോയി ഹെൽപ്പൊക്കെ ചെയ്യുകയാണ്. അവർക്കൊരു രസമാണ് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്.
പാർക്ക് ഞങ്ങളിരിക്കുന്ന ഏരിയ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ എത്രമാത്രം ആൾക്കാർ ഈ പാർക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. എന്ത് ആൾക്കാരാണെന്നറിയാമോ? ഞാൻ ഇരിക്കുന്ന ആ ഒരു ഏരിയയാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇപ്പോൾ കുറേ ആൾക്കാർ യെല്ലോ ടീഷർട്ട് ഇട്ടിങ്ങനെ വന്നിട്ടുണ്ട്. ഏതോ കമ്പനിയിൽ നിന്നോ വല്ലതും ആയിരിക്കാം. പക്ഷെ നല്ല ഭംഗിയാണ് ഇങ്ങനെ യെല്ലോ ഡ്രസ്സ് ഇട്ടിങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ബാർബിക്യൂ ചെയ്യാനായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടെന്ന്. അതുകൊണ്ട് വീശുന്ന കണ്ടില്ലേ ആൾ, ആ ഭാഗമാണ് അവരിങ്ങനെ കെട്ടിയിടുന്നത്. അപ്പോൾ നമ്മുടെ മുകളിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ബാർബിക്യൂ ചെയ്യാൻ പറ്റും. പക്ഷെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഭാഗം ഫുൾ ഫില്ലായിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ല കേട്ടോ. ഈ പാർക്ക് കണ്ടില്ലയോ, നിറച്ചും ആളാണ്. ഇപ്പോൾ ഓരോ ഓഫീസുകളിൽ നിന്നായാലും അതുപോലെ ചർച്ചുകളിൽ നിന്നായാലും ഇങ്ങനെ സ്കൂളുകളിൽ നിന്നൊക്കെ ആൾക്കാരിങ്ങനെ വരും. വന്നിട്ട് അവരിങ്ങനെ ഓരോ ആക്ടിവിറ്റീസിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കുകയും അങ്ങനെ നല്ല രസമാണ്. അതുകൊണ്ട് നിറച്ചും ഈ പാർക്ക് നിറച്ച ആളാണ്. ഏക്കർ കണക്കിനാണ് കേട്ടോ ഈ പാർക്ക് കിടക്കുന്നത്. ഇപ്പോൾ ഞങ്ങളിരിക്കുന്ന ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവർ കണ്ടില്ലയോ, ഇവർ ഈ കളിക്കുന്ന കളി നമ്മൾ പണ്ട് കളിക്കത്തില്ലയോ, കര വെള്ളം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടണം, വെള്ളം പറയുമ്പോൾ ആ ഒരു സൈഡിൽ ചാടണം, കര എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ ചാടണം. അങ്ങനത്തെ കളി ഇവർ കളിക്കുന്നത് കേട്ടോ, മലയാളികളല്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു രസമായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ വീഡിയോ പിടിച്ചത്. ഫുഡ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ കുറച്ച് ആൾക്കാരെ ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് ഒരു ഗെയിം കളിക്കുക കേട്ടോ. അപ്പോൾ ഈ ബോൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു പാട്ട് പാടും. ആ പാട്ട് എപ്പോൾ സ്റ്റോപ്പ് ആവുന്നോ ആറ് കയ്യിലെ ബോൾ വരുന്ന ആൾ ഔട്ടാവും. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ കുറേ പേര്, ഞാനൊക്കെ ഔട്ടായി കേട്ടോ. അങ്ങനെ ഔട്ടായി അങ്ങനെ ഇരിക്കുന്നവരാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ ആറ് കയ്യിലാണ് ബോൾ വന്ന് ആരാണ് വിൻ ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം കൊടുക്കും. ഗിഫ്റ്റല്ല കൊടുക്കുന്നത് കേട്ടോ, എന്തെങ്കിലും ഒരു പണി കൊടുക്കും. ഇപ്പം ലാസ്റ്റ് വിൻ ചെയ്തൊരു അച്ഛനാണ്. അച്ഛനോട് പറഞ്ഞു പാട്ട് പാടാൻ പറഞ്ഞു. പക്ഷേ ഒരു മടിയില്ലാതെ അച്ഛൻ പാട്ട് പാടി കേട്ടോ. ഞങ്ങൾ നേരത്തെ പാർക്കിൽ നിന്ന് അങ്ങ് പോകുന്നു കേട്ടോ. ഒരു 3:30 ആയപ്പോൾ ഞങ്ങളങ്ങ് പാർക്കിൽ നിന്ന് പോകുന്നു. കാരണം ഞങ്ങൾക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ട്രാഫിക്ക് കണ്ടില്ല. ഈ പാർക്കിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങാനായിട്ട് 1 മണിക്കൂർ എടുത്തു കേട്ടോ. അത്രയ്ക്കും ട്രാഫിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെളിയിലോട്ട് പോകുന്ന ടൈമാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ എല്ലാ ആൾക്കാർ ഇങ്ങനെ കസേരകൾ കൊണ്ടിട്ടും കൊണ്ടിട്ടിട്ടും ഇങ്ങനെ ആൾക്കാർ ഫുഡ് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിക്കുക. അങ്ങനെയുള്ള അവർ ആ ഒരു എൻജോയ് ചെയ്യുക. നല്ലൊരു രസമായിരുന്നു. എപ്പോഴും ഞാൻ കുക്കിംഗ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ വ്ളോഗ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞങ്ങൾ ഷാർജയിലെത്തി. ഞങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ ആണിത് കേട്ടോ. ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.